ബാങ്കിൽ അക്കൗണ്ട് തുറക്കുമ്പോഴും ഇൻഷുറൻസ് എടുക്കുമ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോഴും വീണ്ടും KYC രേഖകൾ നൽകേണ്ടി വരുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആധാർ, പാൻ, അഡ്രസ് പ്രൂഫ് തുടങ്ങിയ രേഖകൾ ഓരോ ധനകാര്യ സ്ഥാപനത്തിലും വീണ്ടും നൽകേണ്ടി വരുന്നു. എന്നാൽ ഈ രീതിക്ക് വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. CKYC 2.0 എന്ന പുതിയ സംവിധാനം അവതരിപ്പിക്കുന്നതോടെ ഒരിക്കൽ നടത്തിയ KYC വിവരങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. ആദ്യം എന്താണ് CKYC 2.0 എന്ന് പറയാം. ഇതൊരു ഏകീകൃത KYC സിസ്റ്റമാണ്. സെൻട്രൽ KYC റെക്കോർഡ്സ് രജിസ്ട്രിയുടെ പുതിയതും കൂടുതൽ വേഗതയേറിയതുമായ പതിപ്പ്. പുതിയ സംവിധാനത്തിൽ ഉപയോക്താക്കൾ ഒറ്റത്തവണ മാത്രം KYC പൂർത്തിയാക്കിയാൽ മതി. ഇത് ബാങ്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, സ്റ്റോക്ക് ബ്രോക്കർമാർ തുടങ്ങിയ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയും. കാരണം ഇതൊരു അതീവ സുരക്ഷയുള്ള ഒറ്റ ഡിജിറ്റൽ ഡാറ്റാബേസ് ആണ്. നിലവിൽ ഓരോ സേവനങ്ങൾക്കും ഉപയോക്താക്കൾ പ്രത്യേകം KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. പുതിയ സംവിധാനത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുമ്പോൾ ഉപഭോക്താവിന് 14 അക്കങ്ങൾ അടങ്ങിയ ഒരു CKYC ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിക്കും. ഇതാണ് നിങ്ങൾക്ക് ഭാവി എളുപ്പമാക്കുന്നത്. ഇനി ഓഗസ്റ്റ് 1 മുതൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ പറയാം. പഴയ സ്കാൻ ചെയ്ത PDF രേഖകൾക്ക് പകരം സുരക്ഷിതമായ റിയൽ ടൈം ഡിജിറ്റൽ ഡാറ്റ വഴിയായിരിക്കും അപ്ഡേഷൻ നടക്കുക. ഏതെങ്കിലും ധനകാര്യ സ്ഥാപനം നിങ്ങളുടെ CKYC ഡാറ്റ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന OTP നൽകിയാൽ മാത്രമേ അവർക്ക് വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഒരു വ്യക്തിക്ക് ഒന്നിലധികം സിസ്റ്റങ്ങളിൽ വ്യത്യസ്ത KYC വരുന്നത് തടയുകയും ചെയ്യുന്നു. ഇതോടെ ബാങ്കിലോ മ്യൂച്വൽ ഫണ്ടിലോ ഏതൊരു സ്ഥാപനത്തിലും പിന്നീട് KYC പൂർത്തിയാക്കാൻ വീണ്ടും രേഖകൾ നൽകേണ്ടതില്ല. ഇനി CKYC 2.0 പൂർത്തിയാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയാം. ഓൺലൈൻ KYC ഓപ്ഷനാണ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്. നിങ്ങളുടെ ബാങ്കിന്റെ ഔദ്യോഗിക നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ആപ്പ്, സാമ്പത്തിക സ്ഥാപനങ്ങളുടെ പോർട്ടൽ വഴി ഇത് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. ആധാർ, OTP അല്ലെങ്കിൽ ഡിജി ലോക്കർ ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഡിജിറ്റലായി രേഖകൾ സമർപ്പിക്കാം. മ്യൂച്വൽ ഫണ്ട്, ഓഹരി നിക്ഷേപകർക്ക് പോർട്ടൽ വഴി തങ്ങളുടെ CKYC സ്റ്റാറ്റസ് പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി മിക്കവർക്കുമുള്ള സംശയമാകും ഇത് ചെയ്യാൻ ബാങ്കിൽ പോകേണ്ടതുണ്ടോ എന്ന്. CKYC നടപടികൾക്കായി നിങ്ങൾ ബാങ്കുകളിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, ആധാർ, നിലവിലെ മൊബൈൽ നമ്പർ എന്നിവ ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ വീട്ടിലിരുന്ന് ഓൺലൈനായി തന്നെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം നിങ്ങളുടെ അഡ്രസ്സിലോ പേരിലോ മൊബൈൽ നമ്പറിലോ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ബാങ്ക് ശാഖകൾ സന്ദർശിക്കേണ്ടി വരും. ഈ മാറ്റത്തെ നിങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. അങ്ങനെ കണ്ടാൽ നിങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ വരെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് അത് എത്തിയേക്കാം. റിസർവ് ബാങ്ക് മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം അക്കൗണ്ടിൽ നിന്നുള്ള പണം പിൻവലിക്കൽ, ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ എന്നിവ താൽക്കാലികമായി മരവിപ്പിച്ചേക്കാം. പുതിയ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാനോ പുതിയ ഡിമാൻഡ് ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാനോ സാധിക്കില്ല. നിലവിലുള്ള മ്യൂച്വൽ ഫണ്ട് SIPകൾ വരെ തടസ്സപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഡിമാറ്റ് അക്കൗണ്ടുകൾ, ഇൻഷുറൻസ് പോളിസികൾ എന്നിവ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ നടപടികൾ പൂർത്തിയാക്കിയിരിക്കണം. ബാങ്കിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ KYC പൂർത്തിയാക്കാൻ SMS, ഇമെയിൽ എന്നിവ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ചെയ്യണം. അടുത്ത കാലത്ത് മേൽവിലാസമോ ഫോൺ നമ്പറോ മാറിയവരും നിർബന്ധമായും ഇത് ചെയ്തിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ കൂടി പറയാം. OTP ലഭിക്കുന്നതിനായി ആധാറിലും ബാങ്ക് അക്കൗണ്ടിലും ഒരേ മൊബൈൽ നമ്പർ തന്നെയാണ് കൊടുത്തത് എന്ന് ഉറപ്പിക്കുക. CKYC അപ്ഡേറ്റിന്റെ പേരിൽ അജ്ഞാത നമ്പറുകളിൽ നിന്ന് വരുന്ന SMS, വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത്. അപ്ഡേഷനുകൾക്ക് ഔദ്യോഗിക ആപ്പുകൾ മാത്രം ഉപയോഗിക്കുക. ബാങ്കിന്റെ ഔദ്യോഗിക ആപ്പ്, വെബ്സൈറ്റ് അല്ലെങ്കിൽ ബാങ്ക് ശാഖ വഴി മാത്രം ഈ നടപടികൾ പൂർത്തിയാക്കുക. CKYC അപ്ഡേഷന് ശേഷം ലഭിക്കുന്ന 14 അക്ക CKYC നമ്പർ ഭാവി ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കാവുന്നതാണ്.